എന്റെ മൂത്ത പുത്രനിക്ക് ഇന്ന് 8 വയസ്സ് തികഞ്ഞതിന്റെ ഒരു ചെറിയ സന്തോഷം. കേക്ക് നോക്കണ്ട, ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്ക് ഇത്രയുള്ള കഴിവൊന്നുമില്ല. പക്ഷെ എന്റെ വകയായിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള ഡോണറ്റ് ഉണ്ടാക്കി. കേക്ക് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞതാണ്, പക്ഷെ ഞാൻ ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയ കേക്കിന്റെ ലുക്കുകളൊക്കെ കണ്ടതില്ലേ, അതുകൊണ്ടാണോ നിങ്ങൾക്കറിയില്ല. എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കേക്ക് ഞാൻ വാങ്ങിത്തരേക്ക് കഷ്ടപ്പെടുകയേ വേണ്ട, സ്നേഹം കൊണ്ടായിട്ട് വേറെ ഒന്നുമില്ല. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഈ ബ്രെഡിന്റെ സൈഡ് കട്ട് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കില്ല. അത് പിന്നെ അവിടെ ഇരുന്നിട്ട് പോകും. അവസാനം ഞാൻ എന്തായിട്ട് ഈ സൈഡോട് കൂടിയായിട്ട് ഉണ്ടാക്കിയത്, അത് അത്രക്ക് അങ്ങോട്ട് ലുക്ക് വന്നില്ല, നമുക്ക് ഒരു വൈബ് സെറ്റ് ആയില്ല. അപ്പം ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ അത് കട്ട് ചെയ്തു, എന്നിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഉണ്ടാക്കി. പക്ഷെ ഇത് കളയാൻ വയ്യല്ലോ, അതവിടെ ഇരുന്നിട്ട് പോവല്ലേ ഉള്ളൂ. അപ്പം ഞാൻ എന്താട്ടി, അതൊന്ന് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് ഇത്തിരി മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ കട്ട്ലറ്റ് ഒക്കെ പൊരിക്കുന്ന പോലെ ആ ഒരു സെറ്റിൽ പൊരിച്ച്. ഞാൻ വിചാരിച്ചത് ബ്രെഡ് ക്രംസ് അതോടുകൂടി തീരുന്നാണല്ലോ, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. കാരണം എല്ലാം കഴിഞ്ഞപ്പോഴും ബ്രെഡ് ക്രംസ് അവിടെ ബാക്കിയുണ്ടായിരുന്നു. അതിപ്പോൾ അവിടെ വെച്ചാൽ അവിടെ ഇരുന്നാണ് പോകും, അല്ലാതെ ഇത് ഉപയോഗിക്കാൻ പോണില്ല. അങ്ങനെ വീണ്ടും ബുദ്ധി ഉപയോഗിച്ച് ഞാൻ വേറൊരു സാധനം കണ്ടുപിടിച്ചു. ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ബാക്കി വന്ന മുട്ടയും കൂടെ ചേർക്കുക, ഇത്തിരി തേങ്ങ, ഇത്തിരി പഞ്ചസാര, ഏലക്കപ്പൊടി കൊടുക്കുക. പിന്നെ ഓവർ മുട്ട ഉണ്ടെന്ന് തോന്നണമെങ്കിൽ കുറച്ച് റവട്ടൊന്ന് ബാലൻസ് ആക്കിയിട്ട് ബോൾസ് ആക്കിയിട്ട് പൊരിച്ചെടുക്കുക. സത്യം പറയാലോ, ആ ഡോണറ്റിനെ കാടി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നോക്കിക്കണ്ട, സ്ക്രോൾ ചെയ്ത് പോക്കോ, പരിപാടി ഇത്ര ഉള്ളു, കഴിഞ്ഞ്.